അപ്പോൾ മാർക്കറ്റ് ഫെഡിൻ്റെ ബാക്കി കുറച്ച് ഭാഗം കൂടെ ഉണ്ട്, അത് നോക്കാം. ബിഗാൻ എസ് എ ഡിസ്ട്രിക്ട് ഹോൾസെയിൽ കോപ്പറേറ്റീവ് സ്റ്റോർ. അപ്പോൾ ഞാൻ പറഞ്ഞു 24/12/1942 മലബാർ ഡിസ്ട്രിക്ട് ഹോൾസെയിൽ കോപ്പറേറ്റീവ് സ്റ്റോർ എന്നാണ് നമ്മുടെ അങ്ങനെ സ്റ്റോർ എന്ന് പറഞ്ഞാണ് നമ്മുടെ മാർക്കറ്റ് ഫെഡ് ഫസ്റ്റിൽ വരുന്നത്. പിന്നെ അത് 1958 സൗത്ത് മലബാർ ഡിസ്ട്രിക്ട് സപ്ലൈ ആൻഡ് മാർക്കറ്റിംഗ് സൊസൈറ്റി ലിമിറ്റഡ് ആയിട്ട് മാറി. അപ്പോൾ ഇതെന്താണ്? ഡിസ്ട്രിക്ട് ഹോൾസെയിൽ കോപ്പറേറ്റീവ് സ്റ്റോറായിട്ടാണ് നമ്മുടെ മാർക്കറ്റ് ഫെഡ് വന്നത്. കോക്കനട്ട് ഓയിൽ പ്രൊഡ്യൂസ്ഡ് ബൈ മാർക്കറ്റ് ഫെഡ് ഈസ് കോൾഡ് കേരജം. മാർക്കറ്റ് ഫെഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന കോക്കനട്ട് ഓയിലിന് പറയുന്ന പേരാണിത് കേരജം. അടുത്തത് ദ സൗത്ത് മലബാർ ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ് സൊസൈറ്റി പറഞ്ഞതാണ്. അടുത്തത് ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് മാർക്കറ്റ് ഫെഡ് ഫസ്റ്റ് എവിടെയായിരുന്നു? കോഴിക്കോടായിരുന്നു. അത് എന്നാ മാറ്റിയത്? 1978 എന്തിലേക്ക് മാറ്റിയത്? കൊച്ചിയിലേക്ക് മാറ്റിയത്. 1978 വരെയും കോഴിക്കോടായിരുന്നു. 78 വരെയും കോഴിക്കോടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ തൊട്ട് കൊച്ചിയിലോട്ട് മാറ്റി. ഓക്കെ, ഈ ടേംസ് റിലേറ്റഡ് വിത്ത് പ്രൈമറി മാർക്കറ്റിംഗ് സൊസൈറ്റീസുമായിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന ടേംസ്. ഔട്ട്റൈറ്റ് പർച്ചേസ് സിസ്റ്റം ഈസ് റിലേറ്റഡ് വിത്ത് പ്രൈമറി മാർക്കറ്റിംഗ് സൊസൈറ്റീസ്. പ്ലെഡ്ജ് ലോൺ ഓർ കീ ലോൺ ഈസ് അസോസിയേറ്റഡ് വിത്ത് പ്രൈമറി മാർക്കറ്റിംഗ് സൊസൈറ്റീസ്. പിന്നെ പ്രൈസ് ഫ്ലക്ച്വേഷൻ ഫണ്ട്, കമ്മീഷൻ ഏജൻസി സിസ്റ്റം, ട്രേഡ് ക്രെഡിറ്റ്, റെഗുലേറ്റഡ് മാർക്കറ്റ്, മണ്ടീസ്. അപ്പോൾ ഇതിനൊക്കെ എന്താണിത്? നമ്മുടെ ടേംസ് ആണ്. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. ഇനി നമുക്ക് നാഫെഡും കൂടെ ജസ്റ്റ് ഒന്ന് പറയാം. നാഫെഡ് എന്നാ വന്നത്? 1958 നാഫെഡ് വന്നത്. നാഫെഡ് എന്താണ്? നാഷണൽ കോപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ മാർക്കറ്റിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ്. അത് എന്താണ്? അപ്പെക്സ് ഇൻസ്റ്റിറ്റ്യൂഷനാണ് അല്ലേ? നാഷണൽ ലെവലിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷനാണ്. എന്തിൻ്റെ അപ്പെക്സ് ആണ്? മാർക്കറ്റ് ഫെഡിൻ്റെ അപ്പെക്സ് ആണ് നാഫെഡ്. അപ്പോൾ നാഷണൽ ലെവൽ ഓർഗനൈസേഷൻ ഓഫ് ഓൾ ദി കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ് സൊസൈറ്റീസ് ഇൻ ഇന്ത്യ. എല്ലാ കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ് സൊസൈറ്റീസിൻ്റെയും നാഷണൽ ലെവൽ ഓർഗനൈസേഷനാണ് എന്ത്? നാഫെഡ്. ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? ന്യൂഡൽഹിയാണ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ടു ഹെൽപ്പ് നോൺ ക്രെഡിറ്റ് കോപ്പറേറ്റീവ്സ്. ക്രെഡിറ്റ് അല്ല, നോൺ ക്രെഡിറ്റ് കോപ്പറേറ്റീവ്സിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ് എന്ത്? നമ്മുടെ നാഫെഡ്. അടുത്തത് ആക്ട് എസ് എ നോഡൽ മാർക്കറ്റിംഗ് ഏജൻസി ഇൻ ദി കോപ്പറേറ്റീവ് സെക്ടർ അറ്റ് നാഷണൽ ലെവൽ. പിന്നെ പ്രൈസ് സപ്പോർട്ട് സ്കീം ഓപ്പറേഷൻസ്, PSSO, പ്രൈസ് സപ്പോർട്ടിംഗ് സ്കീം ഓപ്പറേഷൻസ് ആൻഡ് മാർക്കറ്റ് ഇൻ്റർവെൻഷൻ സ്കീം MIS ആർ റിലേറ്റഡ് വിത്ത് നാഫെഡ്. പിന്നെ ബയോ ഫെർട്ടിലൈസർ പ്ലാന്റ് ഓഫ് നാഫെഡ് എവിടെയാണ്? ഇൻഡോറിലാണ്. അതുപോലെ നാഫെഡിന് 4 റീജിയണൽ ഓഫീസസ് ഉണ്ട്. ഡൽഹി, മുംബൈ, ചെന്നൈ ആൻഡ് കൊൽക്കത്ത. അപ്പോൾ നാഫെഡ് എന്നാ വന്നത്? 1958. അതിലൊന്നാണ് ഹെഡ് ക്വാർട്ടർ.